ഹലോ ഗായ്സ്, ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തിലേക്കാണ്. ഇനി ഗുഹാക്ഷേത്രത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. തിരുവല്ലയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ പാറയാണ് ആദ്യം കാണുന്നത്. അതിന് നേരെ എതിർവശത്താണ് ഗുഹാക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ പണികഴിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ഏകദേശം 1300 വർഷം മുമ്പാണ് പണികഴിക്കപ്പെട്ടത്. ഈ എൻട്രൻസിൽ കാണുന്ന കല്ലുപറ്റി പല്ലവ രാജാക്കന്മാർ പണികഴിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാക്ഷേത്രമാണ് ഈ കവിയൂർ തൃക്കാക്കുടി ഗുഹാക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയാണുള്ളത്. ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും സംരക്ഷിക്കുന്നത് കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അവധിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ 2 വശങ്ങളിലായി 2 ശില്പങ്ങളുണ്ട്. ഒന്ന് ഒരു ഗണപതിയുടെ ശില്പവും മറ്റൊന്ന് ഒരു സന്യാസിയുടെ ശില്പവും. തമിഴ്നാട്ടിലെ മഹാബലിപുരത്തെ ക്ഷേത്രത്തിലെ ശില്പങ്ങളുമായി ഈ ശില്പങ്ങൾ വളരെയധികം സാമ്യത തോന്നിക്കുന്നുണ്ട്. അതേ ശൈലിയിൽ തന്നെയാണ് ഇവിടെയും നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഗുഹാക്ഷേത്രത്തെ പറ്റി നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് പാണ്ഡവരുടെ വനവാസകാലത്ത് ഇവിടെ ഒളിച്ചു താമസിക്കുകയും അവർക്ക് പൂജ ചെയ്യുവാൻ വേണ്ടി ശിവലിംഗം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തത് എന്നാണ് ഒരു ഐതിഹ്യം. പിന്നെ ഉള്ളത് ബുദ്ധസന്യാസിമാർ അവർക്ക് ധ്യാനിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് വേറെ ഒരു ഐതിഹ്യം. താഴെയുള്ള വഴിയിലൂടെ പാറയ്ക്ക് മുകളിലേക്ക് എത്താൻ സാധിക്കും. ഈ പാറയ്ക്ക് മുകളിൽ പണ്ട് ഹനുമാന്റെ കാൽപാദം ഉണ്ടെന്നും ഒരു ഐതിഹ്യമുണ്ട്. അതാണ് ഈ കാണുന്നത്. ഒരു സന്ധ്യാസമയം നല്ലപോലെ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നടത്തുന്നു. ഇതുപോലെ ഇനിയും വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്.